ഒരൊറ്റ ഫോട്ടോ കൊണ്ടാണ് കായംകുളം കൊച്ചുണ്ണിക്ക് ഹൈപ്പ് കയറിയത്. നായകൻ്റെയോ നായികയുടെയോ ഒന്നുമല്ല, ക്യാമിയോ വേഷത്തിലെത്തുന്ന മനുഷ്യൻ ചുമ്മാ ഒരു മരക്കുറ്റിയുടെ മേൽ കാലെടുത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ. സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് അടക്കം ഞെട്ടിപ്പോകും വിധത്തിൽ ഭീകരമായാണ് ആ ചിത്രം വൈറലായത്. സിനിമ തിയേറ്ററിൽ എത്തിയപ്പോഴും ആ ഹൈപ്പ് നിലനിന്നു. കൊച്ചുണ്ണിക്കൊപ്പം ഇത്തിക്കര പക്കിയെയും കാണാൻ ആളുകളെത്തി. ക്യാമിയോ വേഷങ്ങൾ അത്ര കണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത കാലത്ത് എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിലെത്തിയ ലാലേട്ടൻ ചർച്ചാ വിഷയമായി. കൊച്ചുണ്ണി എത്തി 8 വർഷമാകുന്നു. ഇക്കൊല്ലം മാത്രം മോഹൻലാൽ ക്യാമിയോ റോളിലെത്തിയ 3 സിനിമകൾ പുറത്തിറങ്ങി. ആ ലിസ്റ്റിൽ ഇനിയുമുണ്ട് 2 എണ്ണം. അദ്ദേഹം മാത്രമല്ല, മമ്മൂട്ടിയും ഫഹദും പൃഥ്വിരാജും എല്ലാം ഇക്കൊല്ലം ക്യാമിയോ റോളിൽ സ്ക്രീനുകളിലെത്തി. ഒരു സൂപ്പർ താര സിനിമയിൽ മറ്റൊരു സൂപ്പർ താരം ചെറിയ നേരത്തേക്കെങ്കിലും വന്നു പോകുന്നത് നമ്മൾ കാലങ്ങളായി കാണുന്നുണ്ട്. എന്നാൽ അതിനെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച. 2022-ൽ ലോകേഷ് കനകരാജ് വിക്രവുമായി എത്തിയപ്പോൾ കയ്യടി മൊത്തം തൂക്കിയത് അവസാന 10 മിനിറ്റിലെത്തിയ ബ്രൂട്ടൽ വില്ലനാണ്. കമൽഹാസനും വിജയ് സേതുപതിയും ഫഹദ് ഫാസിലും എല്ലാം 2 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സകല മാസ് മൊമെന്റുകളെയും റോളക്സായെത്തി സൂര്യ പൊളിച്ചടുക്കി. സമീപകാലത്തൊരു തിയേറ്റർ ഹിറ്റ് പോലും ഇല്ലാതിരുന്ന സൂര്യയുടെ വെറൈറ്റി അവതാർ കാണാനായി ജനം ഒഴുകിയെത്തി. സിനിമയെക്കുറിച്ച് എവിടെയൊരു ചർച്ച വന്നാലും റോളക്സ് മാത്രമായി അതിൻ്റെ സെൻറ്റർ പോയിന്റ്. ലോകേഷ് അന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ പോപ്പുലറാക്കിയത് സിനിമാറ്റിക് യൂണിവേഴ്സിനൊപ്പം റോളക്സ് എന്ന ക്യാമിയോ റോളുകളുടെ ബെഞ്ച്മാർക്ക് കൂടിയാണ്. അതിനെ ചുറ്റിപ്പറ്റി പിന്നീട് ഇങ്ങോട്ട് ക്യാമിയോ വേഷങ്ങൾ മാസ് കൊമേഴ്ഷ്യൽ സിനിമകളിലെ സ്ഥിര സാന്നിധ്യമായി. തിയേറ്ററിൽ ആളെ കയറ്റാനും കയ്യടിയുടെ എണ്ണം കൂട്ടാനും ബോക്സ് ഓഫീസ് ഡിജിറ്റ് ഉയർത്താനും ഒരു സൂപ്പർ താരത്തെ കൊണ്ടുവരുന്നത് സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും തന്ത്രമായി മാറി. ഇപ്പറഞ്ഞ ഫാക്ടറുകളെല്ലാം വിജയം നേടിയ റീസെന്റ് എക്സാമ്പിളായിരുന്നു നെൽസന്റെ ജയിലർ. രജനീകാന്ത് എന്ന പവർ ഹൗസിനപ്പുറം നെൽസൺ പാൻ ഇന്ത്യൻ ക്യാമിയോകളിലൂടെ സിനിമയെ എല്ലാ ഓഡിയൻസിലേക്കും എത്തിച്ചു. മോളിവുഡിൽ നിന്ന് മോഹൻലാൽ, സാൻഡൽവുഡിൽ നിന്ന് ശിവരാജ് കുമാർ, ബോളിവുഡിൽ നിന്ന് ജാക്കി ഷെറോഫ്, അങ്ങനെ ക്യാമിയോയുടെ അയ്യര് കളിയായിരുന്നു ജയിലർ. ഓരോ ക്യാരക്ടർ എൻ്റർ ചെയ്യുമ്പോഴും കയ്യടി വീഴ്ത്താനായത് നെൽസന്റെ മിടുക്കാണ്. തുടർ പരാജയങ്ങളിൽ അടിതെറ്റിയ ലാലേട്ടനെ 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും മാസായി, സ്റ്റൈലായി, സ്വാഗ് ലുക്കിൽ കാണാനായത് ആരാധകരെ ചില്ലറയൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. ആ എൻട്രിയിലൂടെ കേരള ബോക്സ് ഓഫീസിലും ജയിലർ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കി. ഈ വർഷം എത്തുന്ന ജയിലർ 2-ലും മോഹൻലാൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇത്തരം ക്യാമിയോകൾ പല സമയത്തും വിജയിച്ചപ്പോഴും അതിനേക്കാളേറെ ട്രോൾ മെറ്റീരിയലായി മാറിയ സാഹചര്യങ്ങൾ അനവധിയാണ്. വിമർശനങ്ങൾ വാരിക്കൂട്ടിയ വേഷങ്ങളും അക്കൂട്ടത്തിലുണ്ട്. തുടക്കം, ഖലീഫ എന്നിവയിൽ ക്യാമിയോ വേഷത്തിലും പേട്രിയറ്റിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോയിലും എല്ലാം ഇക്കൊല്ലം മോഹൻലാൽ എത്തി. ഇനി ഇറങ്ങാനിരിക്കുന്ന പ്രിയദർശൻ്റെ ഹായ്വാൻ, ജയിലർ 2 എന്നീ സിനിമകളിലും ലാലേട്ടൻ ക്യാമിയോ റോളിലുണ്ട്. ഈ ക്യാമിയോ വേഷങ്ങളിൽ പലതും കയ്യടി നേടിയപ്പോൾ ചിലതെല്ലാം കളിയാക്കലുകൾക്കും കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എത്തിയ കണ്ണപ്പയിലെ കഥാപാത്രം വലിയ രീതിയിലാണ് ട്രോൾ ചെയ്യപ്പെട്ടത്. ഇപ്പോൾ എത്തിയ ഖലീഫയിലെ വേഷവും ട്രോളായി ഉയരുന്നുണ്ട്. ചത്താപ്പച്ചയിലെ ക്യാമിയോയിലൂടെയാണ് മമ്മൂക്ക ഈ വർഷം ആരംഭിച്ചത്. വരാനിരിക്കുന്ന രഞ്ജിത്ത് ചിത്രം ലോ ആൻഡ് ഓർഡറിൽ കാരിക്കാമുറി ഷൺമുഖൻ എന്ന ഐക്കോണിക് വേഷത്തിൽ അദ്ദേഹം വീണ്ടും എത്തുന്നുണ്ട്. പ്രധാന താരങ്ങൾ ആരാണെന്ന ചോദ്യത്തിന് മുന്നേ തന്നെ ആരാണ് സർപ്രൈസ് എൻട്രി എന്നാണ് ഇപ്പോൾ പല പ്രേക്ഷകരുടെയും ചോദ്യം. അവരുടെ ചിന്തയെ മാറ്റിയതിൽ കളക്ഷൻ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കഥയിൽ പ്രാധാന്യമില്ലാതിരുന്നിട്ടും സൂപ്പർ താരങ്ങളെ കൊണ്ടുവന്ന് നിരാശ സമ്മാനിച്ച സിനിമകൾക്കാണ് പങ്ക്. താരത്തിൻ്റെ സ്റ്റാർ വാല്യൂവിനപ്പുറത്ത് കഥയിൽ അയാൾക്കൊന്നും നൽകാനില്ലാത്തിടത്താണ് സിനിമ പരാജയപ്പെടുന്നതും പ്രേക്ഷകൻ പറ്റിക്കപ്പെടുന്നതും. സിനിമ എത്ര മോശമാണെങ്കിലും ക്യാമിയോ അതിനെ രക്ഷിക്കുമെന്ന മിഥ്യാധാരണയെല്ലാം ഇതിനോടകം തന്നെ പൊളിഞ്ഞിട്ടുണ്ട്. അതേസമയം ഒരു ഈഗോയുമില്ലാതെ മറ്റൊരു താരത്തിൻ്റെ സിനിമയിൽ ചെറിയ നേരത്തേക്ക് എത്തുന്നത് ഇൻഡസ്ട്രിക്കകത്തെ ബോണ്ടിനെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. മലയാളം രാജ്യത്തെ മറ്റേത് ഇൻഡസ്ട്രിക്ക് മുകളിലാണ് അക്കാര്യത്തിൽ. ഇച്ചാക്കിയെന്നും ലാലുവെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന സൂപ്പർ താരങ്ങൾ താങ്ങി നിർത്തിയ ഇൻഡസ്ട്രി മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്തതാണ്. പേട്രിയറ്റിൽ നാം കണ്ടതും ആ ബന്ധമായിരുന്നു.